ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് കൃഷിയൊക്കെ കണ്ടാലോ. ഇതാ പടവലങ്ങയൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഈച്ചയൊന്നും കുത്താതെ അതാ അച്ഛൻ പേപ്പറൊക്കെ ഇട്ട് കുത്തിയിട്ടിട്ടുണ്ട്. പിന്നെ അതാ വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. ഇത് കരയുള്ള കൃഷിയാണ് കേട്ടോ. പിന്നെ അതാ പച്ചച്ചീരയുണ്ട്. ഇതൊക്കെ തന്നെ കിളിച്ച് വന്നതാണ്. ഈ ചുമന്ന ചീരയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നിന്നെയാണ്. ഞാൻ പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് നട്ടയാണ് കേട്ടോ. പിന്നെ ഇന്ന് വൈകിട്ടത്തേക്ക് ആവശ്യമായിട്ടുള്ള ചീരയുടെ ഇലയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ചീരയൊക്കെ നല്ല വലുപ്പത്തിൽ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചക്കയുണ്ട്, ഓമയ്ക്കായൊക്കെ ഉണ്ട്. അച്ഛനാണ് ഇതൊക്കെ നോക്കുന്നത് കേട്ടോ. അച്ഛന് ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ അതുവഴി വന്നപ്പോൾ എന്താ മണ്ണെടുത്തിട്ടേക്കുന്നിടത്ത് കണ്ടതാണ് ഇത്. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ബാക്കിൽ ഫുള്ള് കണ്ടങ്ങളാണ്. ദാ കാണുന്ന എള്ള് കൃഷിയൊക്കെ നമ്മുടെ തന്നെയാണ് കേട്ടോ. ഇവിടെ പിന്നെ നെല്ലും നടാറുണ്ട് കേട്ടോ. ഇനിയിപ്പം ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിറച്ച് വെള്ളമാവും. ഇനി നമുക്ക് കണ്ടത്തിലുള്ള എള്ള് കൃഷിയുടെ അവിടേക്ക് പോവാം കേട്ടോ. ഇതാ എള്ളൊക്കെ നല്ല രീതിക്ക് പൂവിട്ടിട്ടുണ്ട്. ഇനിയിപ്പം മഴയല്ലേ വരുന്നത്, അപ്പോൾ അതിന് മുന്നേ നമുക്കിതെല്ലാം പറിക്കേണ്ടതുണ്ട്. ചേട്ടൻ അന്നേരം അതിലൊരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കിയാണ് കേട്ടോ. ഒന്നും ആയിട്ടില്ല. നല്ല രീതിക്ക് ഇതെല്ലാം വിളയേണ്ടതുണ്ട്. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെ കാറ്റാടി എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ പറത്തി വിടുമ്പോഴത്തേക്ക് കാറ്റാടി പോലെ ഇങ്ങനെ കറങ്ങി കറങ്ങി താഴെ വീഴും. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വാഴക്കൂമ്പാണ് കേട്ടോ. പണ്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് കുറേ തേനൊക്കെ കുടിച്ചിട്ടുള്ളതാണ്. ഇത് മുറ്റത്ത് കിടക്കുന്ന ഒരു നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിയുടെ ഇല പൊഴിയുന്ന സമയമാണ്. കായെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. പിറ്റേന്നായപ്പോഴത്തേക്ക് ഇതെല്ലാം വിളവെടുക്കുകയാണ് കേട്ടോ. അച്ഛൻ പറഞ്ഞ ആദ്യത്തെ എല്ലാം ഞാൻ തന്നെ വിളവെടുത്താൽ മതി. അങ്ങനെ കുറച്ച് വെണ്ടയ്ക്കായും പടവലങ്ങായും ചീരയാണ് കിട്ടിയത്. ഇത്രയുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ള ബബ.